സ്പെയിനിലെ കാൻബറിയയിലുള്ള ലയോളയിലെ ഒരു കുലീന കുടുംബത്തിലായിരുന്നു ഇഗ്നേഷ്യസ് ലയോള ജനിച്ചത്. ആദ്യം അവിടുത്തെ കത്തോലിക്ക രാജാവിന്റെ രാജധാനിയിൽ സേവനം ചെയ്ത ഇഗ്നേഷ്യസ് പിന്നീട് സൈന്യത്തിൽ ചേർന്നു. 1521 പാമ്പലൂന സൈനിക ഉപരോധത്തിൽ പീരങ്കയുണ്ട കൊണ്ട് കാലിൽ മുറിവേറ്റ വിശുദ്ധൻ തന്റെ രോഗാവസ്ഥയിലെ വിശ്രമകാലം മുഴുവനും ക്രൈസ്തവപരമായ പുസ്തകങ്ങൾ വായിക്കുവാനായി ചിലവഴിച്ചു. അതുവഴിയായി യേശുവിന്റെ വഴിയെ പിന്തുടർന്ന വിശുദ്ധരെ പോലെ അവിടത്തെ പിന്തുടരുവാനുള്ള ശക്തമായ ആഗ്രഹം വിശുദ്ധനിൽ ജനിച്ചു. തന്റെ ആഡംബര വസ്ത്രങ്ങൾ ഒരു ഭിക്ഷക്കാരന് ദാനം ചെയ്യുകയും ചണനാരുകൾ കൊണ്ട് നെയ്ത പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് മാൻഡ്രസായിലേക്ക് പോവുകയും ചെയ്തു. 1 വർഷത്തോളം വിശുദ്ധൻ അവിടെ ചിലവഴിച്ചു. ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധൻ ഉപവസിച്ചു. ഒരു ചങ്ങല തന്റെ അരയിൽ ധരിച്ചുകൊണ്ട് നാരുകൾ കൊണ്ടുള്ള കുപ്പായം ധരിക്കുകയും വെറും നിലത്ത് കിടന്നുറങ്ങുകയും ചെയ്ത വിശുദ്ധൻ ലോഹം കൊണ്ട് പലപ്പോഴും തന്റെ ശരീരത്തിൽ പീഡനങ്ങൾ ഏൽപ്പിക്കുക പതിവായിരുന്നു. പിശാചിനെ അടിച്ചമർത്താനുള്ള വിശുദ്ധന്റെ ശക്തി അത്ഭുതകരമായിരുന്നു. ദിവ്യപ്രകാശത്താൽ വിശുദ്ധന്റെ മുഖം വെട്ടിത്തിളങ്ങുന്നതിന് വിശുദ്ധ ഫിലിപ്പ് നേരിയും മറ്റുള്ളവരും സാക്ഷികളായിട്ടുണ്ട്. അവസാനം തന്റെ 65-ാമത്തെ വയസ്സിൽ താൻ ജീവിതകാലം മുഴുവൻ പ്രഘോഷിച്ച തന്റെ ദൈവത്തിന്റെ പക്കലേക്ക് വിശുദ്ധൻ യാത്രയായി. ഇഗ്നേഷ്യസിന്റെ അത്ഭുത പ്രവർത്തനങ്ങളും സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളും വിശുദ്ധനെ വളരെയേറെ ആദരണീയനാക്കുന്നു. ഗ്രിഗറി 15-ാമൻ പാപ്പയാണ് ഇഗ്നേഷ്യസ് ലയോളയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്.